പ്രിയമുള്ളവരെ 2 ദിവസം മുമ്പ് മലപ്പുറം കോട്ടക്കൽ ഒതുക്കുന്നിൽ നടന്ന സങ്കടകരമായ ഒരു കാഴ്ചയാണ്. കല്യാണം മുടക്കി എന്നും പറഞ്ഞുകൊണ്ട് 61 വയസ്സ് പ്രായമുള്ള ഒരാൾ വീട്ടിൽ കയറി ആക്രമിച്ച ഒരു സംഭവം നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും. ഈ വീഡിയോയുടെ അടിയിൽ വന്ന കമന്റുകൾ വളരെ മോശപ്പെട്ട രീതിയിൽ ഇയാളെ മോശപ്പെട്ട രൂപത്തിൽ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരുപാട് കമന്റുകളും കാണാനിടയായി. അതൊക്കെ കണ്ടപ്പോഴല്ലോ മനസ്സിന് വല്ലാത്തൊരു വേദന തോന്നിയോണ്ടാണോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ പാവ മനുഷ്യൻ എന്ത് തെറ്റാണ് ചെയ്തത്? അത് അറിയാതെയാണ് ഒരുപാട് ആൾക്കാർ ആ കമന്റ് ചെയ്തതും ഈ വീഡിയോ ഷെയർ ചെയ്തതും എല്ലാം അയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ മാത്രമായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്തതും അതിലുള്ള കമന്റുകളും എല്ലാം വന്നിട്ടുള്ളത്. നമ്മളൊരു കാര്യം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ പെങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ മോളെ നമ്മൾ കെട്ടിച്ചയക്കുകയാണെങ്കിൽ നമ്മളെ തീർത്തും അന്വേഷിച്ചിട്ടേ ഒരു കല്യാണം നടത്തുകയുള്ളൂ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓരോ ന്യൂസുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവിന്റെ വീട്ടിൽ പെണ്ണ് ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ തൂങ്ങി മരിച്ചു, അങ്ങനെ ഓരോരോ പല തീ കൊളുത്തി മരിച്ചു. ഓരോ ന്യൂസുകളാണ് ഇന്ന് ചാനലുകളിലാണെങ്കിലും ന്യൂസ് പേപ്പറിലാണെങ്കിലും ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടിയെ 18 വയസ്സ് അല്ലെങ്കിൽ 22 വയസ്സ് 20 വയസ്സ് വരെ പോറ്റി വളർത്തിയിട്ട് അത് കെട്ടിച്ചയക്കുമ്പോൾ അവരുടെ ഭാവി ജീവിതം നല്ല രൂപത്തിലാകണം എന്നുള്ളത് എല്ലാ വീട്ടുകാരും ആഗ്രഹിക്കുകയുള്ളൂ. അത് തന്നെയാണ് ഇവിടെയും നടന്നത്. ആ കുട്ടിയെ കല്യാണം അന്വേഷിച്ച വന്ന ചെറുക്കനെ അവർ അന്വേഷിച്ചു. അപ്പോൾ ആൾക്കറിയുന്ന രൂപത്തിൽ ആൾ അതിന് മറുപടി കൊടുത്തു. അതിനിപ്പോ ഇതുപോലെ ചെയ്യേണ്ട എന്ത് ആവശ്യമാണ് ഉള്ളത്? അല്ല ഇവിടെ ഞങ്ങൾ കറക്റ്റ് തെളിവുള്ളതാണ് ഞാൻ നിൽക്കുന്നതിന് തെളിവുള്ളതാണ് നിൽക്കുന്നതിനേക്കാ എത്താൻ പോകുന്നവരുടെ സ്വഭാവം ഈ രൂപത്തിലാണെങ്കിൽ എങ്ങനെ പെണ്ണ് കിട്ടും? ഒന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിൽ പറയുന്ന ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും നിങ്ങൾ കാണുകയാണെങ്കിൽ ആരാണ് ഇവർക്ക് പെണ്ണ് കൊടുക്കുക? ഈ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞ വാക്കുകളെല്ലാം മൂപ്പര് സമ്മതിക്കുന്നുമുണ്ട്. 4 കാലിൽ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ആര് പറഞ്ഞപ്പോൾ ചെക്കന്റെ വാപ്പ മൂപ്പരോട് പറഞ്ഞു എന്നാണ് മൂപ്പർ പറഞ്ഞത്. ചെക്കന്റെ വാപ്പ ആ രൂപത്തിൽ പറയണം എന്നുണ്ടെങ്കിൽ അവൻ വീട്ടിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അവന്റെ പെരുമാറ്റം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചറിയാലോ. വാപ്പാക്ക് ചെന്നിയാണ് വേറുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ തിരിച്ച് ചിത്രീകരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു മനുഷ്യനെ ഈ നാട്ടുകാർ ആരും മോശമായിട്ട് പറയുന്നുമില്ല, മോശമായിട്ട് ചിത്രീകരിക്കുന്നുമില്ല. ആ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്ന് ആളപ്പം നിന്നിട്ട് അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. അതിന് നല്ലൊരു മനസ്സ് തന്നെ എന്ന് നമുക്ക് പറയാം. പിന്നെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ വളരുന്ന നാടുകളിലും അല്ലെങ്കിൽ നമ്മൾ വളരുന്ന പരിസരങ്ങളിൽ നമ്മളെ നല്ലത് പറയാൻ ആളുകൾ ഉണ്ടാവണം. എന്നെങ്കിലേ നമ്മൾ നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഒരു കല്യാണം വരുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതിൽ മുടക്കി വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മോശം കൊണ്ട് മാത്രമാണ്. പിന്നെ എല്ലാവരും ഞാൻ ഇതുപോലെ പറയുന്നില്ല. ചില ആളുകൾ വെറുതെ ഇതിനായിട്ട് നിന്നിട്ട് കല്യാണം മുടക്കുന്നവരുണ്ട്. അവരെ അതിന്റെ രൂപത്തിൽ നമ്മൾ കാണണം. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കല്യാണം മുടക്കുന്നവർ ചില നാടുകളുണ്ട്. അവരെ രൂപത്തിൽ നമ്മൾ കാണണം. ഇത് അതുപോലെയല്ല. ചിലപ്പോൾ ഇവർക്ക് വേണ്ടപ്പെട്ട പെൺകുട്ടി ആയിരിക്കാം. നിങ്ങൾ ശരിക്കൊന്ന് അന്വേഷിച്ചോളൂ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് എന്നും ആൾ പറയുന്നുണ്ട്. എന്തായാലും ഈ നാട്ടിലെ ആളുകൾ ഇയാളെ കൂടെ നിന്ന് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് വരെ അവർ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഇയാളെ കുടുംബവും ബാക്കിയുള്ളവരും അനുഭവിച്ച വേദന ഉണ്ടല്ലോ, ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒരുപാട് അടികളും തെറിയും കിട്ടിയിട്ടും അയാൾ ആ വേദനയെല്ലാം സഹിച്ച ആ നിൽപ്പുണ്ടല്ലോ, അത് വളരെ ദയനീയത തോന്നിയിട്ടോ കണ്ടപ്പോൾ. അതുപോലെ ഇന്നലെ ഒരു ന്യൂസ് ചാനലിന്റെ മുമ്പിൽ അയാൾ ഒരു കരയുന്ന രംഗവും കണ്ടു. വളരെ സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണിത്. നിമിഷം നേരം കൊണ്ടാണ് കേരളക്കാരെ ഒട്ടാകെ ഈ ന്യൂസ് പറഞ്ഞത്. ആ കുടുംബവും അയാളും അനുഭവിച്ച ആ വേദന, 2 ദിവസം ഇവർ അനുഭവിച്ച ഈ വേദന ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ ഒരിക്കലും കഴിയില്ല. അവരുടെ മാനത്തിന് വില പറഞ്ഞ ഒരു അവസ്ഥ. അതുകൊണ്ട് എന്റെ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ജനങ്ങളോടൊപ്പം ഒന്ന് പറയാനുള്ളത്, അയാൾ നിരപരാധിയാണ് എന്നുള്ളത് അയാളുടെ നാട്ടുകാരനെ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇയാൾ ആരും തെറ്റിദ്ധരിക്കരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കണം. അയാൾ ഒരു നിരപരാധിയാണ് എന്നുള്ളത് ആ വീഡിയോ കണ്ടവരെ എല്ലാവരും അറിയട്ടെ. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മലപ്പുറം കോട്ടക്കൽ ഒതുക്കുങ്ങലിൽ സംഭവിച്ചത്. ഇയാളെ ഈ ചോദ്യം ചെയ്യുന്ന സമയങ്ങളിൽ അവിടെ വീട്ടിൽ അയാളുടെ ഭാര്യ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പുറലോകം ആ സമയത്ത് അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇത് സോഷ്യൽ മീഡിയ വഴി സ്പ്രെഡ് ആവുകയാണ് ചെയ്തത്. ഇത്രയൊക്കെ സഹിച്ചിട്ടും അയാൾ അവരോട് മാപ്പും പറഞ്ഞിട്ടാണ് ഇത് അവസാനിപ്പിച്ചത്. എന്തായാലും ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്.